വരിക. അപ്പൊ ചാർജിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റർവ്യൂവിന് ഭാഗമായിട്ട് വരികയാണ്. അപ്പൊ ചേച്ചിയെ കുറിച്ചൊന്ന് പറയാമോ? അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പം എനിക്ക് ഈ സാഹചര്യത്തിൽ പുറത്തു പോയി ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്റെ അമ്മയുടെ അനിയത്തിയാണ്, കൂടെ താമസിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ചാൻസ് പോയപ്പോഴാണ് ഇങ്ങനെ സ്വയം തൊഴിലിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുകയും ഞാൻ എന്റെ സാഹചര്യം അത് പറയുകയും ചെയ്തപ്പോ ഇതേപോലെ കോഴി വളർത്തലിന് ഒരു ചെറിയ ലോൺ പോലെ ഉണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു വീട്ടുകാരുമായിട്ട് ആലോചിച്ചപ്പോ ചിറ്റ പൂർണ്ണ സപ്പോർട്ട് തന്നു. അങ്ങനെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ എനിക്ക് കിട്ടിയത് ആദ്യം എനിക്കൊരു 20 ബോയ്സ് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് 25 കിട്ടി. പിന്നെ ഞാൻ ഒരു 15 എടുത്തു. പിന്നെ പുറത്തുനിന്ന് വേറെ 10 ഞാൻ എടുത്തായിരുന്നു. അതെല്ലാം ജാസിന്റെ അവിടുന്ന് തന്നെയായിട്ടാണോ അതോ പൈസ ആയിട്ട് തരികയായിരുന്നോ? ആദ്യം നമ്മൾ ഓർഡർ കൊടുത്തു. അവര് ഇത്ര ഡേറ്റിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് പൈസ കൊടുത്താണ് എടുത്തത്. അപ്പം ആദ്യം എന്റെ കയ്യിൽ പറഞ്ഞ ടൈമിൽ പൈസ ഇല്ലായിരുന്നു. അപ്പൊ എന്നെ സിസ്റ്റർ ഹെൽപ്പ് ചെയ്തു. പൈസ കിട്ടുമ്പോൾ നേരത്തെ അറിയായിരുന്നോ? എന്റെ അമ്മ എന്റെ ചെറുപ്പത്തില് അവിടുന്ന് ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചെറുപ്പത്തില് ഇങ്ങനെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവർക്ക് സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ ചെറിയ ഗ്രൂപ്പുകൾ ആയിക്കോട്ടം പോലെ അതിലൊക്കെ എന്റെ അമ്മ ഉണ്ടായിരുന്നതാ. പിന്നെ എന്റെ സുഖമില്ലാതെ വന്നപ്പോഴത്തേക്കും പിന്നെ ആ ഒരു ഇതിലോട്ടൊന്നും അമ്മ പോയിട്ടില്ല. അപ്പം പിന്നെ വർഷങ്ങൾക്ക് ശേഷം അമ്മ മരിച്ചു കഴിഞ്ഞപ്പം അച്ചാച്ചന് കുറച്ച് കുഴപ്പമില്ലായിരുന്ന സമയത്താണ് എനിക്കൊരു ജോലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയ സമയത്താണ് ചാൻസിക്ക് ഞാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഈ വിവരം കണ്ടത്. അപ്പോ അത് ചാൻസ് നമ്മളെ സഹായിച്ചു. ഇപ്പോഴത്തെ ജീവിത സാഹചര്യം ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നു. കാരണം എനിക്കൊരു ജീവിത മാർഗം എല്ലാം എന്നൊക്കെ ഇതുണ്ട്. പിന്നെ കോഴി എന്നും മുട്ടയിടത്തില്ല. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 50 ദിവസം പ്രായമുള്ളപ്പോ കിട്ടിയതാണ്. അപ്പം എല്ലാരും കൂടെ അത് മുട്ടയിടുവാണെങ്കിൽ നമുക്കതൊരു വലിയൊരു വിജയമാണ്. അപ്പൊ ഈ പല ഘടകങ്ങളുണ്ട്. കൂട് ശരിയല്ല എന്റെ. അപ്പം പിന്നെ ഇറക്കി വിടാനുള്ള സ്ഥല സൗകര്യങ്ങളില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം കുറച്ച് ടൈം എടുക്കും. അത് വിജയിച്ചു വന്നാൽ നല്ലത്. കാരണം എന്റെ അവസ്ഥകൾ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് എന്റെ അടുത്തുനിന്ന് മേടിക്കും മൊത്തം. വീട്ടിൽ വന്ന് മേടിക്കുന്നവരുണ്ട്. പിന്നെ ഞാൻ ഇവിടെ അടുത്തൊരു കടയ്ക്ക് കൊടുക്കും. അത് 7 രൂപയ്ക്ക് കിട്ടും നാടൻ കോഴി. അപ്പം എനിക്കത് എളുപ്പമാണ്. പിന്നെ വീട്ടിൽ വന്ന് മേടിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും താല്പര്യം. എല്ലാരും ചോദിക്കും മുട്ട ഉണ്ടോ ഇല്ലാത്തതിന്റെ ഒരു ഇത്. അപ്പം അതൊരു വീട്ടുകാർക്കൊരു സപ്പോർട്ട് ആകാൻ പറ്റുന്ന ഒരു സന്തോഷമുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാൾ നല്ലതല്ലേ നമ്മളായിട്ട് എന്തെങ്കിലും ഒരു പരിശ്രമം മുന്നോട്ട് കൊണ്ടുപോകും. ചാൻസിനെ കുറിച്ച് എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്നതാണ്. എന്റെ അമ്മ അതിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്നതാണ്. പിന്നെ ചാൻസിൽ ഞാൻ പരിചയപ്പെട്ട എല്ലാരും എന്നോട് നല്ല കാര്യമാണ്. എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനൊരു കാര്യം സാധിച്ചത്. വേറെ പുറത്തുനിന്നൊക്കെ ഒരു ഹെൽപ്പ് മേടിക്കാന്ന് വെച്ചാലും അതത്ര ഇതല്ലേ. അപ്പം എനിക്ക് അറിയാവുന്നൊക്കെ എടുത്തു വിശ്വാസമുണ്ട്. അപ്പം കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ലോൺ ആയതുകൊണ്ട് വളരെ സന്തോഷം. കാരണം 3 വർഷം കൊണ്ട് നമുക്ക് അടച്ച പലിശയില്ല. അപ്പം അത് എന്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വളരെ വലിയ ഹെൽപ്പാണ്. കാരണം ഇതിപ്പോ സ്റ്റാർട്ട് ആയിട്ടല്ലേ ഉള്ളൂ. അപ്പം തീറ്റ മേടിക്കാൻ തന്നെ ഒരാഴ്ച നമുക്ക് ഏറ്റവും കുറഞ്ഞത് 300 രൂപ 10 കിലോ തീറ്റയിൽ നമ്മള് ഒരാഴ്ച എടുക്കില്ല. അത് തീറ്റ കൊടുത്താൽ മാത്രമേ ഇന്നും മുട്ടയിടും. വേറെ ആഹാരങ്ങൾ കൊടുത്താലൊന്നും മുട്ടയിടും. സ്പെഷ്യൽ തീറ്റയാണ്. അപ്പൊ എങ്ങനെ പോയാലും 2 ദിവസത്തേക്ക് പൈസ എനിക്ക് എടുക്കാൻ പറ്റും. അപ്പൊ വീട്ടില് ചെറിയ ചെറിയ ചെലവുകളും ഒക്കെ നടന്നു. ഇപ്പം വീട്ടിൽ കറി വെക്കാനാണെങ്കിലും ഇതൊക്കെ അത്യാവശ്യ കാര്യങ്ങള് പൈസ ഇല്ലാതെ വരുമ്പോ എനിക്ക് ഇതിൽ നിന്നൊക്കെ
ചെറിയൊരു എമൗണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും. നല്ലതാണ്. നല്ലതാണ്. അതെ. അപ്പം വീട്ടുകാർക്ക് ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ മുട്ട ചോദിച്ച ആൾക്കാർ വരുന്നതൊക്കെ കൊണ്ട് ഇപ്പൊ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഒരു വേറെ കൂടൊക്കെ വെച്ച് ഒന്നും കൂടെ വിപുലീകരിച്ചൊരു ഇതിലോട്ട് മാറാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും താല്പര്യം. ശരി. ആ, താങ്ക് യു. ഓക്കെ. ഇനിയിപ്പം അറിയാൻ